സ്ത്രീകൾ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കേണ്ടവരാണെന്ന് ഫാദർ അരുൺ വടിയത്താഴത്ത്. കേരള ലേബർ മൂവ്മെന്റ് വനിതാ ഫോറം സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷം ഇൻസൈറ്റ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ മുന്നിലും പിന്നിലും നിൽക്കേണ്ടവരല്ലെന്നും പുരുഷന്റെ ഒപ്പം നിൽക്കേണ്ടവരാണെന്നും കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് അഭിപ്രായപ്പെട്ടു. കേരള ലേബർ മൂവ്മെന്റ് വനിതാ ഫോറം സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷം ഇൻസൈറ്റ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കലും പിന്നിൽ നിൽക്കേണ്ടവരല്ല, മുന്നിലും നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ഒപ്പം നിൽക്കേണ്ടവരാണ്. ഒപ്പം നിൽക്കേണ്ടവരാണ്. ഈ ഒപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കാനും നയിക്കാനും വഴിവിളക്കാകാനും ഒക്കെയുള്ള സാധ്യതകളിലുണ്ട്. ഒരു അമ്മ ആരെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ പറയുന്ന ഉത്തരവാണല്ലോ, ഒരു സ്ത്രീ ആരാണ് അമ്മയാണെന്ന് ചോദിച്ചിട്ട് പോയി ആ വിളക്കാണ്. ഈ വിളക്ക് എന്ന് പറയുന്ന സംഗതി അതിന്റെ പൂർണ്ണതയിൽ പ്രകാശം കൊടുക്കുന്നതാകുമ്പോൾ ഒപ്പം നിൽക്കുമ്പോൾ ജീവിതങ്ങളിൽ ഒപ്പം നിൽക്കുമ്പോൾ, മക്കൾക്കൊപ്പം നിൽക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊപ്പം നിൽക്കുമ്പോൾ, നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഒപ്പമുള്ള അണികളോടൊപ്പം ആയിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ജീവിക്കുന്നവരാവുക. മറിച്ച് മുന്നിൽ നിന്നാൽ ഒരുപക്ഷെ പിന്നിലുള്ള എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. പിന്നിൽ നിന്നാൽ ചിലപ്പോൾ നമ്മൾ പിന്നിലേക്കായി മാറിപ്പോകും. മുകളിൽ നിന്നാൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴും മുകളിൽ മാത്രമായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒപ്പം നിന്ന് ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ, ഒരുമിച്ച് വളരുവാൻ, ഒരുമിച്ച് വിജയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സ്ത്രീകൾ ഒപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശരിയായ വളർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ലേബർ മൂവ്മെന്റ് വനിതാ ഫോറം രൂപതാ പ്രസിഡന്റ് ലിറ്റി റോണി അധ്യക്ഷത വഹിച്ചു. സൂസന്ന ഫൗണ്ടേഷൻ സ്ഥാപകയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ടീന ജൂബി മുഖ്യ അതിഥിയായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വനിതാ ഫോറം സെക്രട്ടറി ബെറ്റി കോരച്ചൻ, തൊഴിലാളി ഫോറം പ്രസിഡന്റ് ജാൻസി ജോഷി, ഗാർഹിക തൊഴിലാളി ഫോറം പ്രസിഡന്റ് വിമല പോൾ, രൂപതാ ഭാരവാഹികളായ ജിൻസി ജോർജ്, ലാലി ഷാജി, ബെറ്റ്സി ഷിനോയ്, ലിസമ്മ തോമസ്, ഗ്ലോറിയ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.